നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. മഹാഭാരതത്തിലൂടെ തീർത്ഥാടനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളിൽ കാണപ്പെടുന്ന വളരെ പ്രാധാന്യത്തോട് കൂടി കാണപ്പെടുന്ന ഒരു കഥാപാത്രം, രണ്ട് ഇതിഹാസങ്ങളും ആ കഥാപാത്രത്തെ കാണാം. ആ കഥാപാത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് മുന്നോട്ട് പോകുന്നത്. അത് മറ്റാരുമല്ല, പരശുരാമൻ എന്ന ഋഷിവരനാണ് ഈ രണ്ട് ഇതിഹാസങ്ങളിലും തുല്യ കഥാപാത്രങ്ങളായി വരുന്നത്. ജമഗ്നി മുനിയുടെ മകനായ പരശുരാമൻ അച്ഛന്റെ ആജ്ഞ അനുസരിച്ച് അമ്മയായ രേണുകയെ വധിക്കുകയും തന്റെ ആജ്ഞ അനുസരിച്ച മകന് അച്ഛൻ നൽകിയ രണ്ട് വരത്താൻ തന്റെ അമ്മയെയും അച്ഛനാൽ സംഹരിക്കപ്പെട്ട തന്റെ സഹോദരങ്ങളെയും പുനർജീവിപ്പിച്ച പരശുരാമന്റെ ഐതിഹ്യമൊക്കെ നമുക്കറിയാം. കാർത്തിവീര്യാർജുനൻ എന്ന ക്ഷത്രിയ മഹാരാജാണ്. അദ്ദേഹത്തിന്റെ സാധാരണ രാജാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ് മൃഗയ, നായാട്ട്. അങ്ങനെ മൃഗയ വിനോദത്തിനിടയ്ക്ക് അതായത് ജമഗ്നി മുനിയുടെ ആശ്രമത്തിലേക്ക് വരികയും ജമഗ്നി മഹർഷി വളരെ സന്തോഷത്തോടു കൂടി ഈ രാജാവിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അസംഖ്യം കൂട്ടാളികളെയും സ്വീകരിക്കുകയും ആശ്രമത്തിലുള്ള കാമധേനു എന്ന പശുവിന്റെ സഹായത്താൽ വളരെ സമൃദ്ധമായ ഒരു വിരുന്ന് ആ രാജാവിനും അദ്ദേഹത്തിന്റെ പടയാളികൾക്കും നൽകുകയുണ്ടായി. ഈ രാജാക്കന്മാരെ സംബന്ധിച്ചൊരു കുഴപ്പമുണ്ട്. ആ രാജ്യത്തെ ഏറ്റവും ശ്രേഷ്ഠമായതെല്ലാം രാജാവിന് അവകാശപ്പെട്ടതാണ് എന്ന ഒരു ചിന്തയും ഒരു വിശ്വാസവും ഉള്ളവരാണ് രാജാക്കന്മാർ. മഹർഷിയുടെ ആശ്രമത്തിലുള്ള കാമധേനുവില് രാജാവിന് മുഖമുദിക്കുകയും രാജാവ് തന്റെ ആവശ്യം മഹർഷിയോട് പറയുകയും ചെയ്തു. പക്ഷെ ജമഗ്നി മഹർഷി അത് നിരാകരിക്കുകയാണ് ചെയ്തത്. രാജാവിന് അവകാശപ്പെട്ട രാജ്യത്തെല്ലാം ശ്രേഷ്ഠമായതെല്ലാം രാജാവിന് അവകാശപ്പെട്ടതാണ്. അത് ആവശ്യപ്പെട്ട തന്നോട് മഹർഷിയെ അത് നിരാകരിച്ചപ്പോൾ കോപിഷ്ഠനായ മഹാരാജാവ് മഹർഷിയെ വധിച്ചു. അച്ഛന്റെ മരണവൃത്താന്തം പറഞ്ഞ് കോപാകുലനായ പരശുരാമൻ കാർത്തിവീര്യാർജുനനെയും അതോടൊപ്പം തന്നെ തന്റെ കോപം തീരാതെ 21 വട്ടം ഈ ലോകം ചുറ്റി ക്ഷത്രിയ കുലജാതരായ എല്ലാവരെയും വധിച്ചു. ക്ഷത്രിയ കുലാന്തകൻ എന്ന പേര് പരശുരാമന് വന്നു. ഇതാണ് പരശുരാമന്റെ ആ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഐതിഹ്യം. രാമായണത്തെ നമുക്കറിയാം, ജനക രാജധാനിയില് ശൈവചാപം മുറിച്ച് സീതാ സ്വയംവരത്തിൽ വിജയിച്ച ശ്രീരാമൻ സീതയെ വിവാഹം കഴിക്കുന്നു. ശ്രീരാമന്റെ സഹോദരങ്ങളായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവ സീതയുടെ സഹോദരിമാരെ വിവാഹം കഴിച്ച് ജനക മഹാരാജാവിന് കിട്ടിയ പല വിലയേറിയ സമ്മാനങ്ങളുമായി ദശരഥ മഹാരാജാവിന്റെ നേതൃത്വത്തിൽ മിഥിലയിൽ നിന്ന് അയോധ്യയിലേക്ക് പോകുന്ന ഘോഷയാത്ര. ആ ഘോഷയാത്രയുടെ ആ യാത്രികരുടെ മുന്നിൽ പരശുരാമൻ, കോപാവേശം കൊണ്ട പരശുരാമൻ പ്രത്യക്ഷപ്പെടുന്നു. ഈ ലോകത്ത് ഞാനല്ലാതെ മറ്റൊരു രാമനും, ഈ ലോകത്ത് ഞാൻ മാത്രം മതി, എനിക്ക് ശൈവചാപം മുറിച്ച ശ്രീരാമനെ കാണണം എന്ന ആവശ്യം പരശുരാമൻ ഉന്നയിക്കുകയാണ്. പരശുരാമനെ കണ്ട മാത്രയിൽ, ക്ഷത്രിയ കുലാന്തകനാണ് പരശുരാമൻ, പരശുരാമനെ കണ്ട മാത്രയിൽ ഭയം പൂണ്ട ദശരഥ മഹാരാജാവ് പരശുരാമന്റെ അടുത്ത് നിന്ന് കാൽക്കൽ വീഴുകയാണ്. ഞങ്ങളെ വെറുതെ വിടണം, കാണുകയാണ്, അപേക്ഷിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും പരശുരാമൻ തന്റെ തീരുമാനത്തിലുള്ള വ്യതിചലിക്കാതെ ശ്രീരാമനെ കാണണമെന്ന നിർബന്ധ ബുദ്ധിയിൽ നിൽക്കുകയാണ്. ശാന്തചിത്തമായ മനസ്സോടുകൂടി, മുഖഭാവത്തോടുകൂടി ശ്രീരാമൻ പരശുരാമന്റെ സമീപം വരികയാണ്. പരശുരാമനെ വണങ്ങിക്കൊണ്ട് എന്താണ് അങ്ങേക്ക് എന്നിൽ നിന്ന് വേണ്ടത് എന്ന് വളരെ ശാന്തചിത്തനായി വളരെ സന്തോഷത്തോടു കൂടി ശ്രീരാമൻ ചോദിക്കുന്നു. പരശുരാമൻ ആവശ്യപ്പെടുകയാണ്, ശൈവചാപം മുറിച്ച നീ എന്റെ കയ്യിലുള്ള വൈഷ്ണവചാപം മുറിക്കാൻ കഴിവ് നിനക്കുണ്ടോ? അത് തെളിയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ ശാമ്പലാക്കും. വളരെ സന്തോഷത്തോടു കൂടി, അതോടൊപ്പം തന്നെ വളരെ വിനയത്തോടു കൂടി ശ്രീരാമൻ പരശുരാമന്റെ കയ്യിൽ നിന്ന് വൈഷ്ണവചാപം മേടിച്ച് അത് കൊലയ്ക്കുവാൻ തയ്യാറായി. മഹർഷിയോട് ചോദിക്കുകയാണ്, പരശുരാമനോട് ചോദിക്കുകയാണ്, ഞാൻ കൊലയ്ക്കാൻ തയ്യാറായി, എനിക്കൊരു ലക്ഷ്യം കാണിച്ചു തരും. ഭഗവാന്റെ അവതാരമാണ് പരശുരാമൻ എന്ന് ഭഗവാന്റെ അവതാരമാണ് ശ്രീരാമൻ എന്ന് മനസ്സിലാക്കിയ പരശുരാമൻ
ഭഗവാനെ ശ്രീരാമനെ വണങ്ങിക്കൊണ്ട് ഞാൻ ഇത്രയും കാലം സഞ്ചയിച്ച പുണ്യ തേജസ് എല്ലാം അങ്ങയുടെ അമ്പിന് ലക്ഷ്യമാകട്ടെ, അത് അങ്ങയിലേക്ക് വന്ന് ചേരട്ടെ എന്ന് പറയുകയാണ്. പരശുരാമനിൽ സന്തോഷവാനായ ശ്രീരാമൻ അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി വാഗ്ദാനം ചെയ്യുക. പക്ഷെ ശ്രീരാമന്റെ അനുഗ്രഹം പരശുരാമൻ നിരാകരിക്കുന്നു. കാരണം പ്രതികാര ചിന്തയോടെ ജീവിക്കുന്ന എനിക്ക് മോക്ഷത്തിന് അർഹതയില്ല എന്ന നിലപാടാണ് പരശുരാമൻ അവിടെ എടുക്കുന്നത്. തുടർന്ന് പരശുരാമനോട് ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം ചിരഞ്ജീവിയായി പരശുരാമൻ ജീവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ശ്രീരാമൻ അനുഗ്രഹിക്കുകയാണ്. പരശുരാമൻ അവിടുന്ന് അപ്രത്യക്ഷനാകുന്നു. പിന്നീട് നമ്മൾ പരശുരാമനെ കാണുന്ന മഹാഭാരതത്തിൽ. ത്രേതായുഗത്തിലാണ് രാമായണമെങ്കിൽ ദ്വാപര യുഗത്തിലാണ് മഹാഭാരതത്തിലാണ് പിന്നീട് നാം പരശുരാമനെ കാണുന്നത്. ഭീഷ്മരുടെയും കർണന്റെയും ഗുരുവായി. വിചിത്രവീരൻ എന്ന അയോധ്യാധിപതി ഹസ്തിനപുരത്തെ രാജാധികാരിയായ വിചിത്രവീരന് വേണ്ടി അംബാലിക എന്നിവരെ ഭീഷ്മർ തട്ടിക്കൊണ്ടുവന്ന് അംബയ്ക്ക് ശാല രാജാവിനോട് താല്പര്യമുണ്ട്, ഞങ്ങൾ കമിതാക്കളാണ് എന്ന് ഭീഷ്മരെ അറിയിച്ചപ്പോൾ അംബയെ വിട്ടുപിടുന്ന ഒരു രംഗമുണ്ട്. പക്ഷെ ശാല രാജാവും അംബയെ നിഷേധിക്കുകയാണ്. സർവകാലം ത്യജിക്കപ്പെട്ട അംബയ്ക്ക് ഭീഷ്മരും സപ്പോർട്ട് കൊടുക്കുന്നില്ല, ഭീഷ്മര് താങ്ങ് കൊടുക്കുന്നില്ല. അമ്പ ചെന്ന് പരശുരാമനോട് പ്രാർത്ഥിക്കുന്നു, എന്റെ അവസ്ഥയ്ക്ക് കാരണം ഭീഷ്മരാണ്. തന്റെ ശിഷ്യനായ ഭീഷ്മരോട് പരശുരാമൻ പറയുകയാണ്, അമ്പയെ സ്വീകരിക്കണം. ഭീഷ്മരെ നിഷേധിക്കുന്നു. തുടർന്ന് ആ ഗുരുവും ശിഷ്യനും തമ്മിൽ നാളുകൾ നീണ്ട യുദ്ധം, ആരുടെയും വിജയത്തിൽ കലാശിക്കാതെ അത് അവസാനിക്കുന്നത് മഹാഭാരതത്തിൽ നാം കാണുന്നുണ്ട്. താനെന്ന് അസത്യം പറഞ്ഞുകൊണ്ട് പരശുരാമനിൽ നിന്ന് വിദ്യ അഭ്യസിക്കുന്ന കർണൻ അവസാനം ഗുരുശാപം ഏറ്റുവാങ്ങുന്നതും മഹാഭാരതത്തിൽ നാം കാണുന്നുണ്ട്. അങ്ങനെ രണ്ട് ഇതിഹാസങ്ങളിലും വളരെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായി പരശുരാമൻ പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മൾ പല അധ്യായങ്ങളിലും പറഞ്ഞതുപോലെ ഓരോ ഇതിഹാസങ്ങളിലെയും ഓരോ കഥാപാത്രങ്ങളും നമുക്ക് പല അറിവുകളും പകർന്നു തരുന്നു. പരശുരാമൻ നമുക്ക് പകർന്നു തരുന്ന അറിവുകൾ, ശ്രീരാമൻ കൊടുത്ത മോക്ഷപ്രാപ്തിക്കുള്ള ആ വരം പരശുരാമൻ സ്വീകരിക്കുന്നില്ല. പ്രതികാര ചിന്തയും ആ ചിന്തകൾ മൂലം നിരപരാധികളായ ധാരാളം പേരെയും വധിച്ച എനിക്ക് മോക്ഷപ്രാപ്തിക്ക് അർഹനല്ല എന്ന് പരശുരാമൻ തിരിച്ചറിയുകയാണ്. ഇന്ന് ഈ സമൂഹത്തിൽ പ്രതികാര ചിന്തയോടുകൂടി ജീവിക്കുന്നവരുടെ മനസ്സിൽ ചിരഞ്ജീവിയായ പരശുരാമന്മാർ ജീവിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിലനിൽക്കുന്നത് ചിരഞ്ജീവിയായ പരശുരാമന്മാരാണ്. പ്രതികാര ചിന്തയും അതിനുള്ള പ്രതികാരങ്ങളും ചെയ്തുകൊണ്ട് നടക്കുന്നവർ. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും മോക്ഷം ലഭിക്കില്ല എന്ന കൃത്യമായ സന്ദേശമാണ് പരശുരാമന്റെ ജീവിതത്തിലൂടെ ഗ്രന്ഥകർത്താക്കൾ നമ്മളെ കാണിച്ചു തരുന്നത്. തീർച്ചയായും മഹാഭാരതത്തിലൂടെ തീർത്ഥാടനം അതിന് താൽക്കാലിക ഒരു വിരാമം കുറിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഓരോരുത്തരും നൽകിയ പ്രോത്സാഹനത്തിന് അഗേതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്ന താൽക്കാലിക വിരാമം മാത്രമേ ഉള്ളൂ. കാരണം വ്യാഖ്യാനിച്ചാലും തീരാത്ത ഒന്നാണ് മഹാഭാരതം. ചെറിയ ചെറിയ അറിവുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയപ്പോൾ, യൂട്യൂബിലൂടെയും പത്രത്തിലെ കുറിപ്പുകളായും എത്തിയപ്പോൾ നിങ്ങൾ നൽകിയ പ്രോത്സാഹനമാണ് ഈ ആധ്യാത്മിക വിഷയങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. തീർച്ചയായും കർക്കിടക മാസം ശ്രീരാമചന്ദ്രന്റെ നാമങ്ങൾ ഒഴുകുന്ന ആധ്യാത്മികമായ ഏറ്റവും സ്രോതസ്സേറിയ ഒരു മാസമായ കർക്കിടകം വരികയാണ്. ആ കർക്കിടക മാസത്തിൽ നമുക്ക് രാമായണ ചിന്തകളുമായി വീണ്ടും മുന്നോട്ട് ഒരുമിച്ച് പോകാം എന്ന് ആശിച്ചുകൊണ്ട് മഹാഭാരതത്തിലൊരു തീർത്ഥാടനത്തിന് താൽക്കാലിക വിരാമം മാത്രം കുറിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.